കോളേജ് സ്റ്റാർട്ട് ചെയ്ത അന്ന് തൊട്ട് 4 വർഷമായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്യുന്നതാണ് അക്ഷയുടെ വീട് വരെ ഒന്ന് പോകണം എന്നുള്ളത്. മലപ്പുറം നിലമ്പൂരാണ് നമ്മുടെ അക്ഷയുടെ വീട്. അപ്പോൾ ഫൈനലി നമ്മുടെ കോളേജൊക്കെ തീരാറായപ്പോൾ പെട്ടിയും കിടക്കയും വീട്ടിലേക്ക് പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു മലപ്പുറം ട്രിപ്പ് ബാക്കിയാക്കണമല്ലോ എന്ന് കരുതി നമ്മളങ്ങനെ യാത്രയായി. ഏകദേശം ഒരു 5:30 ട്രെയിനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ട്രിപ്പ്. അപ്പം വീട് വിട്ട് ആദ്യമായിട്ടാണ് ദൂരത്തേക്ക് ഇങ്ങനെ നമ്മൾ 4 പേരും കൂടെ ഒരു യാത്ര ചെയ്യുന്നത്. സോ വി ആർ റിയലി എക്സൈറ്റഡ് ആൻഡ് ഓൾസോ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഒരു ഉച്ചയോടുകൂടി മലപ്പുറത്തെത്തി. അക്ഷയുടെ അച്ഛനാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. അച്ഛനൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. വെളുപ്പിനെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. സോ നമ്മൾ ചെന്ന് കയറിയതും ഭക്ഷണം കഴിക്കാനാണ് ഫസ്റ്റിൽ ഇരുന്നത്. സ്വന്തം വീട് കണക്ക് തന്നെ എല്ലാവരും നേരെ ഭക്ഷണം കഴിക്കാനിരുന്നു. നല്ല സാമ്പാറും മീൻവറുത്തും ഒക്കെ ഉണ്ടായിരുന്നു. അക്ഷയുടെ അമ്മയും ആൻറ്റിയും കൂടെ ഒക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു. അതിനുശേഷം നമ്മൾ റെസ്റ്റൊക്കെ എടുത്തിട്ട് നേരെ അച്ഛനും അമ്മയായിട്ട് നമ്മൾ പുറത്ത് ചുമ്മാ ഒന്ന് കറങ്ങാനൊക്കെ ഇറങ്ങി. അവിടെ ഒരു പുഴ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെയൊക്കെ പോയി നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇടയ്ക്കത്തെ വീഡിയോ ഒന്നും നമുക്ക് കിട്ടിയില്ല കേട്ടോ. സോ നമ്മൾ ഫോട്ടോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറുതായിട്ട് കുറച്ച് വെള്ളമൊക്കെ കഴിക്കാൻ കയറി. അതിനുശേഷം നമ്മൾ പോയത് നിലമ്പൂർ കോവിലകത്താണ്. അക്ഷയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സ്ഥലം വരുന്നത്. അടിപൊളി ഒരു സ്പേസ് ആണ് കേട്ടോ. വൈകുന്നേരത്തിലാണ് നമുക്കിവിടെ വിസിറ്റ് ചെയ്യാൻ ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞത്. അതിനടുത്ത് തന്നെയാണ് ചാലിയാർ പുഴ ഉള്ളത്. ഭയങ്കര ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു വ്യൂ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. എല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു, കളിയും ചിരിയൊക്കെ ആയിട്ടിരുന്നു. ഭയങ്കര നല്ലൊരു വൈബുള്ള സ്ഥലമായിരുന്നു. അവിടെ നമ്മൾ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ അവിടുന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മൾ ഉച്ചയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നല്ല വിശന്ന് ടയേർഡായിട്ടിരിക്കുകയായിരുന്നു. ഒരു ലോങ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ. അങ്ങനെ നമ്മൾ ഫർസയിലാണ് ഫുഡ് കഴിക്കാൻ പോയത്. എല്ലാവരും മന്തി ഓർഡർ ചെയ്തു. അക്ഷയ് മാത്രം പൊറോട്ടയും ബീഫുമാണ് വാങ്ങിയത്. ബട്ട് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിവേസ് ഫുഡ് അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. മലപ്പുറം അല്ലേ, പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഫുഡൊക്കെ വാവായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫസ്റ്റ് ഡേ ഇവിടെ അവസാനിച്ചു. അപ്പോൾ അടുത്ത ഡേയിൽ വിശേഷമായിട്ട് പിന്നെ വരാം.